എങ്ങനെയാണ് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ഫോട്ടോകളും വീഡിയോകളും ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്യുക എന്നതാണ് ഇന്ന് നോക്കുന്നത്. 15 GB വരെ ഫ്രീ ആയി മെമ്മറി നമുക്ക് ഗൂഗിൾ തരുന്നുണ്ട് ഗൂഗിൾ ഡ്രൈവിൽ. അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോയിലും തരുന്നുണ്ട്. ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഫോട്ടോകളും വീഡിയോകളും ഡോക്യുമെൻറ്റുകളും ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുക എന്നതാണ്. നിലവിൽ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ അപ്ലോഡ് ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഫോൾഡർ കളർ കൊടുക്കാം, ഫോട്ടോ ഫോൾഡറുകളിലായിട്ട് വെക്കാം, ഫോൾഡർ അല്ലാതെ വെക്കാം, എല്ലാം ചെയ്യാം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിലുള്ള ഗൂഗിളിൻ്റെ ഒരു ഫോൾഡർ അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഗൂഗിൾ അക്കൗണ്ട് മുകളിലെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യണം. നമ്മൾ ഏത് ഗൂഗിൾ അക്കൗണ്ടിലാണോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ഇടത് ഭാഗത്ത് മുകളിലെ 3 വരയിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ താഴെ നമുക്ക് എത്ര GB അവിടെ ഫ്രീ ഉണ്ടെന്ന് കാണിക്കും. താഴെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഓവറായിട്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഗൂഗിളിൽ നിന്നും എത്ര GB വേണമെങ്കിലും TB വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്കത് ഫുള്ളായിട്ട് ഉപയോഗിക്കാം. ഇത് ഏത് ഫോണിൽ നിന്നും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫോണില്ലെങ്കിൽ വേറൊരു ഫോണിൽ ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും, എല്ലാ ഫോട്ടോയും ഡോക്യുമെൻറ്റുകളും കമ്പ്യൂട്ടറിലോ മറ്റു ഫോണുകളിലോ ഇതേ ഇമെയിൽ ID വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി എങ്ങനെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുക എന്ന് നോക്കാം. നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്കാണ് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ നമുക്കതിൻ്റെ പേര്, നമുക്ക് എന്ത് വിഷയമാണോ, ഫോട്ടോ ആണോ, വീഡിയോ ആണോ, അല്ല കല്യാണത്തിൻ്റെ ആണോ, അല്ലെങ്കിൽ വേറെ വല്ല ആൽബങ്ങളാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് പേര് എഴുതിയിട്ട് നമുക്കൊരു ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ഫോൾഡർ ഓപ്പണായി വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴെ വലത്ത് ഭാഗത്തുള്ള പ്ലസ് ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വരും, നടുക്കിലുള്ള അപ്ലോഡ് എന്നുള്ളത് കാണാം. അപ്ലോഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇങ്ങനെ അത് വലുതാക്കാൻ വലത്ത് ഭാഗത്ത് മുകളിലുള്ള അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഫോട്ടോകളെല്ലാം വലുതായിട്ട് കാണാം. ഇത് നമ്മൾ ഫോട്ടോകളൊക്കെ സെലക്ട് ചെയ്യും. ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാർക്ക് ചെയ്യാം, ഓരോന്നോരോന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിൽ കാണുന്ന സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. നമുക്ക് എത്ര ഫോട്ടോ ആണോ വേണ്ടതെന്നുള്ളത് കണക്കാക്കിയിട്ട് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും എല്ലാം ചെയ്യാം. ഇതിൽ ഫ്രീ ആയി തരുന്ന 15 GB നമുക്ക് വേണമെങ്കിൽ ഈ ഒരേ ഫോൾഡറിൽ തന്നെ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ല വേറെ ഫോൾഡർ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫോട്ടോകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിൽ സെലക്ട് ബട്ടൺ അമർത്തിയാൽ ക്ലിക്ക് ചെയ്താൽ അത് അപ്ലോഡായി വരും. ഇതേപോലെ അപ്ലോഡ് ഇതിപ്പോൾ ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോൻ്റെ ഡീറ്റെയിൽസ് അടക്കം വരുന്നത്. ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വലുതായിട്ട് കാണാം ഏതെല്ലാം ഫോട്ടോ ആണോ അപ്ലോഡ് ആവുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. എല്ലാം അപ്ലോഡായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് പോയി വേറെ ഏത് ഫോണിൽ നിന്നും ഏത് കമ്പ്യൂട്ടറിൽ നിന്നും നമ്മൾ ഇതേ ഇമെയിൽ ID ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. ഈ ഫോൺ മിസ്സാവുക, ഫോൺ കംപ്ലൈൻ്റ് ആവുക, ഫോർമാറ്റ് ചെയ്യുക, എന്തു തന്നെ ആയാലും ഈ ഫോട്ടോകളോ വീഡിയോകളോ ഡോക്യുമെൻറ്റുകളോ ഒന്നും തന്നെ മിസ്സാവുകയില്ല. എല്ലാം ആ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും.